നിങ്ങൾ ഹാൻഡ് ബാർ കൂട്ടാൻ ഒരു 5 വർക്കൗട്ട് നോക്കിയാലോ. ജിമ്മിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഓപ്പൺ ഹാൻഡ് പുഷപ്പ് ആണ്. ഓപ്പൺ ഹാൻഡ് പുഷപ്പ് 10 എണ്ണം വെച്ച് 3 സെറ്റ് ചെയ്യാം. പുഷപ്പ് എടുക്കാൻ അറിയാത്തവർ ഫസ്റ്റ് നമ്മൾ നേരെ മുട്ട് കുത്തിയിരിക്കാം, നേരെ കൈ ഫ്രണ്ടിലോട്ട് വെക്കുക, നേരെ പുഷപ്പ് എടുക്കുക. ഇത് ഒരു 10 എണ്ണം വെച്ച് 3 സെറ്റ് ചെയ്യാം. ഫിംഗർ പുഷപ്പ് ആണ്. ഫിംഗർ പുഷപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ഹാൻഡ് എടുത്തോണ്ട് തന്നെ നേരെ മുട്ട് കുത്തി എടുക്കാൻ നോക്കാം. ഇത് ഞാൻ പറഞ്ഞ ഫിംഗർ പുഷപ്പ് എടുക്കാൻ അറിയാത്തവർക്കാണ്. ഫിംഗർ പുഷപ്പ് എടുക്കാൻ അറിയാവുന്നവർക്ക് നമ്മൾ കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ നേരെ എടുക്കാവുന്നേ ഉള്ളൂ. ഇതൊരു 10 സെറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വർക്കൗട്ട് നോക്കാം. അടുത്ത വരുന്ന നെക്കിൾ പുഷപ്പാണ്. ഇപ്പോൾ നമ്മൾ നെക്കിൾ പുഷപ്പ് ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ വർക്കൗട്ട് നോക്കാം. നമ്മൾ പുഷപ്പ് സ്റ്റാൻസ് ചെയ്യുക. നമ്മുടെ കാൽ രണ്ടും നൂത്ത് വെക്കുക, കൈ നൂത്ത് നേരെ നമ്മുടെ ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് നേരെ ഷോൾഡർ ടച്ച് ചെയ്യുക. 1 പയ്യെ 2 3 4 5 6 7. ഇത് നിങ്ങൾ ഒരു 15 എണ്ണം ചെയ്യുക, 3 സെറ്റായിട്ട് ചെയ്യുക. ഇതും നല്ല എഫക്റ്റീവാണ്. അടുത്ത നമുക്ക് 5ാമത്തെ നോക്കാം. 5ാമത്തെ വരുന്ന എക്സസൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ റിസ്റ്റ് നേരെ റൊട്ടേറ്റ് ചെയ്യുക. ഇത് സർക്കിൾ പോലെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുക, റൊട്ടേറ്റ് ചെയ്യുക. ഇതും ഒരു കൈക്ക് അല്ലെങ്കിൽ സെറ്റായിട്ട് 30 എണ്ണം ചെയ്യുക. ഒരിക്കൽ 15 എണ്ണം വെച്ച് നമ്മളിന്ന് ചെയ്ത വർക്കൗട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ബേസിക് വർക്കൗട്ടാണ്. അത് വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള വർക്കൗട്ട് ഒന്നും ഞാൻ കാണിച്ചൊന്നുമില്ല. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. പിന്നെ ഒരു ഗ്രിപ്പർ വാങ്ങിക്കാം. നിങ്ങൾ ഗ്രിപ്പർ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുന്നുള്ളത് ഹാൻഡ് ബാർ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വാംപ്പ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാതെ ഒരിക്കലും നിങ്ങളുടെ ഹാൻഡ് ബാർ ഇൻക്രീസ് ആവത്തില്ല. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.